NCERT द्वारा प्रस्तुत है कहानी स्कीम फॉर प्रेग्नेंट വുമൻ. തൻ്റെ കൃഷിയിടത്തിൽ നിന്നും ശേഖരിച്ച ഫലങ്ങൾ ചന്തയിൽ വിൽക്കാൻ പോകുന്നതിനായി ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് സരോജം മാലതിയെ കണ്ടത്. മാലതിയുടെ മകളുടെ വിവാഹത്തിൻ്റെ അന്ന് കണ്ടതായിരുന്നു രണ്ടുപേരും. അതുകൊണ്ടുതന്നെ സരോജം ആദ്യം ചോദിച്ചത് മാലതിയുടെ മകളുടെ വിശേഷമാണ്. താൻ മകളുടെ വീട്ടിലേക്ക് പോവുകയാണ് എന്നും അവളിപ്പോൾ ഗർഭിണിയാണ് എന്ന സന്തോഷ വാർത്തയും മാലതി സരോജത്തെ അറിയിച്ചു. ഒപ്പം തൻ്റെ പഴക്കൂട്ടയിൽ നിന്നും ഏതാനും പഴങ്ങളും മാലതിയുടെ മകൾക്ക് നൽകാനായി സരോജം പൊതിഞ്ഞു നൽകി. സംസാരത്തിനിടയിൽ മകളുടെ പ്രസവത്തിന് വേണ്ടുന്ന പണം ഉണ്ടാക്കണമെന്നും അതിനായിട്ടുള്ള ഓട്ടത്തിലാണ് താനെന്നും മാലതി പറഞ്ഞു. അപ്പോഴാണ് തൻ്റെ മകളുടെ പ്രസവത്തിനായി സർക്കാരിൽ നിന്നും ലഭിച്ച ധനസഹായത്തെക്കുറിച്ച് സരോജം ഓർത്തത്. മാലതി, നീ മകൾ ഗർഭിണിയായ വിവരം അംഗൻവാടിയിൽ അറിയിച്ചോ? അതെന്തിനു സരോജം നമ്മൾ അംഗൻവാടിക്കാരോട് പറയുന്നത്? അത് കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥലമല്ലേ? മാലതി, ഇതാണ് നമുക്ക് പലർക്കും അറിയാത്തത്. അംഗൻവാടി എന്നത് വെറും പഠന കേന്ദ്രം മാത്രമല്ല, അത് പ്രാദേശിക ആരോഗ്യ കേന്ദ്രങ്ങളുമായി കൂടിച്ചേർന്ന് കിടക്കുന്ന സ്ഥാപനമാണ്. എൻ്റെ മകളുടെ പ്രസവത്തിനായി എനിക്ക് 5000 രൂപയാണ് ധനസഹായമായി സർക്കാരിൽ നിന്ന് ലഭിച്ചത്. അങ്ങനെയൊരു സഹായം ഉണ്ട് എന്നത് മാലതിയെപ്പറ്റി പുതിയ ഒരു അറിവായിരുന്നു. ഗർഭിണികളായ സ്ത്രീകളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും പോഷണ നിലവാരം ഉയർത്തുക, ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കിവരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദൻ യോജന. ഇത് പ്രകാരമാണ് ഓരോ നവഗർഭിണിക്കും ഇങ്ങനെ പണം ലഭിക്കുന്നത്. 2017 ജനുവരി മുതൽ ആരംഭിച്ച ഈ പദ്ധതി പ്രകാരം ആദ്യ പ്രസവത്തിന് 5000 രൂപ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് ലഭ്യമാക്കുന്നത്. ഈ പദ്ധതി മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി 3 ഗഡുക്കളായാണ് ആനുകൂല്യം ലഭ്യമാക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ, പൊതുമേഖലാ ജീവനക്കാർ എന്നിവരൊഴികെ മറ്റ് പ്രസവാനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കാത്ത എല്ലാ സ്ത്രീകൾക്കും അവരുടെ ആദ്യ പ്രസവത്തിന് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യത്തിന് അർഹതയുണ്ട്. സരോജം, അവളിപ്പോ ഗർഭിണിയായതേ ഉള്ളൂ. മാലതി, അവസാന മാസമുറ തീയതി കഴിഞ്ഞു 150 ദിവസത്തിനകം ആരോഗ്യ കേന്ദ്രത്തിലോ അംഗൻവാടിയിലോ പേര് രജിസ്റ്റർ ചെയ്തിരിക്കണം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ മകളോട് അംഗൻവാടിയിൽ പോയി രജിസ്റ്റർ ചെയ്യാൻ പറയണം. ആദ്യ ഗഡുവായ 1000 രൂപ ലഭിക്കുകയും ചെയ്യും. ആണോ? അങ്ങനെ ലഭിക്കുമെങ്കിൽ ഞാൻ ഇന്നു തന്നെ അത് ചെയ്യാം.